നമ്മളൊരു ബിസിനസ് മേഖലയിൽ നിൽക്കുമ്പോൾ നമുക്ക് സാമ്പത്തിക ഞെരുക്കങ്ങൾ ഉണ്ടാകുന്നതിന് പ്രധാന കാരണം നമ്മളുടെ കസ്റ്റമേഴ്സ് നമുക്ക് ശരിയായ രീതിയിൽ പേയ്മെൻറ്റ് സമയബന്ധിതമായി നൽകാത്തത് കൊണ്ടാണ്. ഒരു പരിധിവരെ എല്ലാവർക്കും ഇത് അറിയാം. അപ്പം നമ്മൾ നമ്മുടെ കസ്റ്റമറുടെ സൈക്കോളജി ഒരു പരിധിയെങ്കിലും നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമുക്ക് ഏതൊരു ബിസിനസ്സിലും 4 തരം കസ്റ്റമേഴ്സേ ഉള്ളൂ. ആദ്യത്തെ കസ്റ്റമർ ചീപ്പ് കസ്റ്റമേഴ്സാണ്, എന്തിനും ഏതിനും വില കുറച്ച് കിട്ടണം. രണ്ടാമത് ഡിഫിക്കൽട്ട് കസ്റ്റമേഴ്സാണ്, എന്ത് കിട്ടിയാലും സമാധാനമാവില്ല, കുറ്റൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല. മൂന്നാമത്തേന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് കസ്റ്റമേഴ്സാണ്, അവർക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ അറിയാം, അവർ ആഗ്രഹിക്കുന്ന സർവീസ് അവർക്ക് കിട്ടിയ പേയ്മെൻറ്റ് തരാൻ അവർ തയ്യാറാണ്. നാലാമത്തത് കസ്റ്റമേഴ്സാണ് ഇമോഷണൽ കസ്റ്റമേഴ്സ്, അതായത് ഒരു വൈകാരികമായിട്ട് കാര്യങ്ങൾ സമീപിക്കുന്നവരാണ്. അവരൊന്ന് നല്ല രീതിയിൽ പാമ്പർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന രീതിയിലൊക്കെ അവർ കാര്യങ്ങൾ ഏൽക്കുകയും അതിനനുസരിച്ച് പേയ്മെൻറ്റ് തരികയും ചെയ്യും. നമ്മൾക്ക് ഈ മൂന്നാമത്തെയും നാലാമത്തെയും കസ്റ്റമേഴ്സാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഞാൻ എപ്പോഴും പറയും, ബാങ്കിൻ്റെ ഒരു പോളിസി നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ അഡോപ്റ്റ് ചെയ്യണം. ബാങ്ക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ലോൺ ചോദിച്ചു വരുന്നതിനാണ് ലോൺ കൊടുക്കില്ല, ലോൺ ആവശ്യമില്ലാത്തതിന് ലോൺ കൊടുക്കും. നമ്മൾ ബാങ്കിനെ കുറ്റം പറയും, പക്ഷെ ബാങ്കുകാരുടെ ഏറ്റവും വലിയ ആവശ്യം നമുക്ക് ലോൺ തരിക എന്നുള്ള, അവന് നിലനിൽക്കണം, ലാഭം ഉണ്ടാവും തന്നെയാണ്. ഇതിലൊരു എത്തിക്സ് ഇല്ലെന്നൊക്കെ എല്ലാവർക്കും തോന്നും, എങ്കിലും നമ്മൾ കാശ് മുടക്കി നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മളിത് വളരെയധികം ശ്രദ്ധിക്കണം. നമ്മുടെ ശരിയായ കസ്റ്റമർക്ക് ശരിയായ സേവനം നമ്മൾ കൊടുക്കണം.